അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് ഡെക്കോറാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. എസ്പെഷ്യലി ഫ്ലവർ ലാമ്പ്. ഇവിടെ നമ്മൾ മെയിനായിട്ട് ഗ്ലിറ്റർ പൈപ്പ് ക്ലീനർ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കീപ് വാച്ചിങ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു സിൽവർ കളർ അല്ലെങ്കിൽ ഒരു വൈറ്റ് കളർ ആ ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു ഗ്ലിറ്റർ ടൈപ്പ് പൈപ്പ് ക്ലീനറാണ് കേട്ടോ. ഫുള്ളും ഈ ഒരു പൈപ്പ് ക്ലീനർ വെച്ചിട്ട് തന്നെയാണ് മെജോറിറ്റിയും ചെയ്തെടുക്കുന്നത്. അപ്പം ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ വേറൊരു ലുക്കാണ് കേട്ടോ. നിങ്ങൾ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ ഇവിടെ ഇപ്പോൾ 4 പൈപ്പ് ക്ലീനർ എടുത്തിട്ട് ഒരു പൈപ്പ് ക്ലീനർ നമ്മളിത് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് ഒരു പെറ്റൽ ചെയ്തെടുക്കുകയാണ്. ഇതുപോലൊരു 18 പെറ്റൽസ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും പെറ്റൽസ് കൂടുന്ന സമയത്ത് നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. ഇതിലും കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കളർ പിഗ്മെൻറ്റ്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പം അതും കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഇതുപോലെ ഒരു പൈപ്പ് ക്ലീനർ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് അത് 3 എണ്ണമായിട്ട് നമുക്ക് ഒരു പൈപ്പ് ക്ലീനർ കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ പേൾസ് ഒരു സൈഡിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഒരു പിങ്കിഷ് കളർ ഇതിനോട് മാച്ച് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു പേളും സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് സ്റ്റിക്കിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം ഈ ഒരു സ്റ്റിക്ക് അല്ലെങ്കിൽ ഫ്ലോറൽ സ്റ്റെം എന്ന് പറയും. ഇതൊരു 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് നല്ല കട്ടിയുള്ള ടൈപ്പ് കമ്പി തന്നെയാണ് കേട്ടോ. അപ്പം ഇത് നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റെമ്മാണ്. അപ്പം അതൊരു 3 എണ്ണം എടുത്തിട്ടാണ് നമ്മളിത് ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി സെൻറ്ററിൽ ഇതുപോലത്തെ സ്ട്രിങ് ലൈറ്റ് നമ്മളിതുപോലെ അങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ സൈഡിൽ കൊടുക്കുക, അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. അങ്ങനെ ഇതാ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പേള് വെച്ചിട്ട് സംഭവം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കൂടെ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ചെറിയ പീസസ് ഉണ്ടല്ലോ, ഒരു പൈപ്പ് ക്ലീനർ 3 എണ്ണം ആക്കിയത് സെൻറ്ററിലും ബാക്കിയുള്ള വലുതൊക്കെ ഈ പെറ്റൽസിൻ്റെ ഒക്കെ ഇടയിലും ഏറ്റവും അടിയിലേക്കൊക്കെ ആയിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. ഇനി നമ്മളിതാ ഇതുപോലെ ഒരു അതുപോലത്തെ ഒരു ഫ്ലോറൽ സ്റ്റെമ്മ് ഇതുപോലെ കമ്പി വളച്ചിട്ട് നമ്മളിതുപോലെ കെട്ടിക്കൊടുത്ത് സ്റ്റിക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു എൻഡ് ഭാഗം നമ്മളിതാ ഇതുപോലെ വളച്ചെടുത്തിട്ടാണ് ഇങ്ങനെ പൈപ്പ് ക്ലീനർ ചുറ്റി കൊടുത്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നത്. ഒക്കെ നമ്മളിങ്ങനെ എന്താ ഒരു കെട്ടുന്ന പോലെ അങ്ങനെ ഉറപ്പിന് വേണ്ടി ചെയ്യാണ് കേട്ടോ. പിന്നെ റൗണ്ടിൽ ഇതുപോലെ ഈ ഒരു വയറ് വളച്ചിട്ട് ഇതുപോലെ തന്നെ നമ്മുടെ പൈപ്പ് ക്ലീനർ വെച്ച് ടൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലൂ ഗണ്ണും അപ്ലൈ ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരമൊക്കെ ഇത് നമ്മളിങ്ങനെ കൈമേൽ ഇങ്ങനെ പിടിച്ച് വെക്കണം, അത് ഫിക്സ് തന്നെ ആയി കിട്ടാൻ. പിന്നെ അത് നേരെ നിൽക്കാൻ വേണ്ടിയിട്ട്, അതായത് മുകളിൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം പൈപ്പ് ക്ലീനേഴ്സ് ആണ് ഞാൻ എല്ലാ എൻ്റെ ഇതിൻ്റെ ലാമ്പിൻ്റെ വീഡിയോയിലും പറയലുണ്ട്. കുറച്ച് അധികം ഈ പിന്നെ പൈപ്പ് ക്ലീനർ ചുറ്റി കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ. എങ്കിലേ അത് അവിടെ നിൽക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അത് വീണ് പോകും ആ ഒരു വെയിറ്റ് കൊണ്ട്. അപ്പം ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ബേസായിട്ട് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്ത പൈപ്പ് ക്ലീനർ എന്ന് പറയുന്നത് ക്വാളിറ്റി കുറഞ്ഞ പൈപ്പ് ക്ലീനറാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പൈപ്പ് ക്ലീനർ യൂസ് ചെയ്താൽ മതി, കാരണം അതിന് റേറ്റും കുറവായിരിക്കുമല്ലോ. പിന്നെ പുറത്തേക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലത് യൂസ് ചെയ്യുക. അപ്പം ഇത് നന്നായിട്ട് ഞാൻ ഒരു 3-4 വട്ടം എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി പിന്നെ അടിയിലേക്ക് ഞാനിതാ കുറച്ച് പിങ്ക് ഗ്ലിറ്റർ ടൈപ്പ് പൈപ്പ് ക്ലീനറും കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ഞാൻ ഷോർട്സ് ഇട്ട സമയത്തെ കുറേ അധികം കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ആ ഒരു ഇതിൻ്റെ അടിയിലേക്ക് പിങ്ക് ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ ഭംഗി പോയി എന്നുള്ളത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ വ്യൂ ആണല്ലോ. പക്ഷെ എനിക്കിത് നേരെ കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ, പിങ്ക് സിൽവറിൻ്റെ കൂടെ വരുമ്പോൾ. പിന്നെ അങ്ങനെ ഇതാ നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്റ്റാൻഡ് ഒന്ന് കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞു ഇതുപോലത്തെ പെറ്റൽസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്.
അങ്ങനെ ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ആ ബീഡ്സിൻ്റെ ആ ഒരു സ്റ്റിക്ക് കിട്ടും. അപ്പം ഇത് ജസ്റ്റ് ഒരു സൈഡ് ഒന്നിങ്ങനെ ബെൻഡ് ചെയ്തിട്ടാണ് നമ്മളിതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിൽ ഇതുപോലെ സ്റ്റിക്ക് ചെയ്യുകയാണ്. ഫൈനലി നല്ല അടിപൊളിയായിട്ടുള്ള ലാമ്പ് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ലൈറ്റിൻ്റെ സ്വിച്ചൊക്കെ ഇതാ ഈ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് ക്രിസ്മസ് ഡെക്കർ മാത്രമല്ല, നമുക്ക് വീട്ടിലെ ഒരു നൈറ്റ് ലാമ്പൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ഐഡിയ ആണ്. ഒന്ന് ട്രൈ ചെയ്തോ. ലാമ്പ് നമ്മുടെ ക്രിസ്മസ് ഫ്ലവേഴ്സിനെ കൊണ്ടാണ് കേട്ടോ. ഞാൻ ഒത്തിരി ഫ്ലവേഴ്സ് ചെയ്തിട്ടോ ഇപ്പോൾ പൈപ്പ് ക്ലീനറിൽ. പക്ഷേ ഈ ഒരു ഫ്ലവർ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ലൊരു ടൈം തന്നെയാണ് നമുക്ക് ക്രിസ്മസിന് നല്ലൊരു ഫ്ലവർ ലാമ്പ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇതെന്താ വെച്ചാൽ നമുക്ക് ഒന്ന് ഡെക്കോർ ചെയ്യുക ക്രിസ്മസിന്, അങ്ങനെയും ചെയ്യാൻ പറ്റും. ആ ഒരു ഇതിലാണ് നമ്മളിതൊരു ലാമ്പാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ കുറച്ച് നല്ല റെഡിഷ് ആയിട്ട് നല്ലൊരു റെഡ് കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ പൈപ്പ് ക്ലീനർ എടുത്തു, പിന്നെ ഗ്ലിറ്റർ ടൈപ്പ് റെഡ് പൈപ്പ് ക്ലീനറും എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു റെഡ് പൈപ്പ് ക്ലീനർ ഞാൻ എന്തായാലും ലിങ്ക് മുകളിൽ കൊടുക്കാം. പക്ഷേ ഞാൻ ഈ ഒരു റെഡ് വാങ്ങിച്ചിട്ടുള്ളത് ഇവിടുന്ന് UAE നിന്നാണ് കേട്ടോ. അപ്പോൾ UAEയിലുള്ളവരാണെങ്കിൽ ഞാൻ ലിങ്ക് അയക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിതിൽ കുറച്ച് പ്രൊഡക്റ്റ് ആഡ് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് കറക്റ്റ് റെഡ് മെറ്റീരിയലും സെയിം ഒന്നും കിട്ടണം എന്നില്ല. ഞാൻ അവൈലബിൾ ആയിട്ടുള്ള ലിങ്കാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് എടുത്താൽ മതി. നിങ്ങൾ ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യുന്ന രീതിയിൽ. അങ്ങനെ ഇതാ നമ്മൾ 5 ഹാഫ് പോർഷൻ ആയിട്ടുള്ള പൈപ്പ് ക്ലീനർ എടുത്ത് വലിയൊരു ഗ്ലിറ്റർ പൈപ്പ് ക്ലീനർ ഇങ്ങനെ ഉള്ളിൽ കൂടെ വലിച്ചിട്ടാണ് നമ്മൾ ആ ഒരു സൈഡിലേക്ക് ആക്കി കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് സൈഡിലുള്ളത് ഇതുപോലെ മടക്കിയിട്ട് ഒരു സ്പൈറൽ രീതിയിലാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു പെറ്റൽ ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാനൊരു ചെറിയ പെറ്റലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 3 സൈസിലാണ് നമ്മൾ ഇതിൽ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പെറ്റൽസ്. അടുത്ത രണ്ടാമത്തെ സൈസ് എന്ന് പറയുന്നത് ഒരു 4 സെൻറ്റിമീറ്റർ ഒരു പൈപ്പ് ക്ലീനർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു സൈസിലാണ് രണ്ടാമത്തെ സെറ്റിൽ പെറ്റൽസ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ 3 സൈസിൽ മൂന്നാമത്തെ സൈസ് എന്ന് പറയുന്ന ഒരു പൈപ്പ് ക്ലീനർ ഫുൾ എടുത്തിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ 5 പെറ്റൽസ് ഓരോ സൈസിലും, അങ്ങനെ ടോട്ടൽ 15 പെറ്റൽസ് ഉണ്ടാവും. അടുത്തത് നമ്മൾ സ്ട്രിങ് ലൈറ്റ് ആഡ് ചെയ്യാണ്. അപ്പം ഒരു വലിയൊരു സ്ട്രിങ് ലൈറ്റ് ഞാനിതാ ഇതുപോലെ കുറച്ചെണ്ണം അതിൽ നിന്ന് മടക്കിയിട്ട് അധികമൊന്നും എടുക്കുന്നില്ല, അതിലേക്ക് കുറച്ച് പോളൻസ് ആഡ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഓരോ പെറ്റൽസും ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം 5 എണ്ണം, പിന്നെ ഇടവിട്ടിട്ട് അടുത്ത 5 എണ്ണം, പിന്നെ മൂന്നാമത്തെ സൈസ് 5 എണ്ണം, അങ്ങനെ ആണ് ഓരോ ഗ്യാപ്പിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്.
ഗ്രീൻ കളറിലും ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഫ്ലോറൽ സ്റ്റെം ഇതുപോലെ എടുത്തിട്ട് റൗണ്ടിൽ വളച്ചിട്ട് നമ്മളിതാ ഗ്ലൂ ഗണ്ണും അതുപോലെ പൈപ്പ് ക്ലീനറും ഒക്കെ വെച്ച് നല്ലോണം ടൈ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് നമ്മുടെ സ്റ്റാൻഡിന് വേണ്ടിയിട്ട്. എപ്പോഴും ഇതിൻ്റെ ബേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമൽ പൈപ്പ് ക്ലീനർ വെച്ച് തന്നെ ബേസ് ചെയ്ത് കൊടുക്കുക, ഗ്ലിറ്റർ യൂസ് ചെയ്യാതെ. കാരണം ഗ്ലിറ്ററിന് നോർമൽ പൈപ്പ് ക്ലീനറിൻ്റെ അത്ര തിക്നെസ്സും ഉറപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ എന്താ ഈ ഒരു സ്റ്റെമ്മിൻ്റെ സൈഡിൽ ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ പൈപ്പ് ക്ലീനർ ചുറ്റി കൊടുത്തിട്ട് എന്നിട്ടും ഇതവിടെ നിൽക്കത്തില്ല കേട്ടോ, ഇതിങ്ങനെ വീണ് പോവുകയാണ്. അപ്പം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ കുറച്ചും കൂടെ അധികം പൈപ്പ് ക്ലീനേഴ്സ് ഇതിനിങ്ങനെ ചുറ്റി കൊടുക്കുക, അതിങ്ങനെ നിൽക്കുന്ന വരെ കേട്ടോ. അപ്പം ലാസ്റ്റ് എന്തായാലും അത് അവിടെ സ്റ്റഡിയിൽ തന്നെ നമുക്ക് കിട്ടും. ഓരോ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള ലൈറ്റ് ഉണ്ടല്ലോ അടിയിലേക്കുള്ള, അപ്പോൾ അതിൽ ഓരോന്നിലേക്കും ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് ഗ്ലൂ ഗൺ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു ഫ്ലവറിലേക്ക് ഒരു 2-3 എണ്ണം അങ്ങനെ ഒരുമിച്ച് മടക്കി എടുത്തിട്ടാണ് ലൈറ്റ് അതിൽ പോളൻസ് ആയിട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അതിൽ ഞാൻ വേറെ എക്സ്ട്രാ പോളൻസ് ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഫുള്ള് ഇതിൽ നമ്മളിതുപോലെ സ്റ്റിക്ക് ചെയ്ത്, അപ്പോൾ നമുക്ക് ആ ഒരു സ്ട്രിങ് ലൈറ്റിൻ്റെ ഒരു വയർ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്നും കൂടെ ഞാൻ ഫുള്ളായിട്ട് പൈപ്പ് ക്ലീനർ വെച്ച് കവർ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മുടെ ലാമ്പ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡെക്കോർ ഐഡിയ ആണ് കേട്ടോ ഇതും ഇതുപോലെ തന്നെ ക്രിസ്മസിന് വേണ്ടി മാത്രമല്ല നമുക്ക് റൂമിൽ ഡെക്കോർ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു നൈറ്റ് ലാമ്പാണ്. അപ്പം ഇത് ഫുള്ള് നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത്, അല്ലെങ്കിൽ ലൈറ്റ് തന്നെ ചെറിയ വെളിച്ചത്തിലൊക്കെ നല്ല ഭംഗിയാണ്. നമ്മൾ ആ ഒരു റെഡ് കളറും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലാമ്പ് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ 2 വീഡിയോസും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബാക്കി അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. പിന്നെ ഒത്തിരി നാട്ടിൽ പോയ വ്ളോഗ്സൊക്കെ ഇനിയും ഇടാനുണ്ട് കേട്ടോ. എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഒട്ടും ടൈം കിട്ടുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു.